എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 10-ാം ദിനം. ഞാനിവിടെ വന്നിട്ടുള്ളത് രത്നാകരനായ വാൽമീകിയുടെ കഥ പറയാനാണ്. രത്നാകരൻ എങ്ങനെ വാൽമീകിയായി, ഇതാണ് ഞാനിന്നിവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വാൽമീകിയുടെ കഥ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. കർക്കിടക മാസം ആകുമ്പോഴാണ് എല്ലാവരും രാമായണം അലമാരയുടെ മണ്ടയ്ക്ക് നിന്നും മറ്റു സ്ഥലത്തു നിന്നും രാമായണം പൊടി തട്ടിയെടുത്ത് സന്ധ്യയാകുമ്പോൾ ദേശുദ്ധിയൊക്കെ വരുത്തി രാമായണ പാരായണം ചെയ്യാനായി ഇരിക്കുന്നത്. അങ്ങനെ വെടിവെച്ച പോലത്തെ വായനയായിരിക്കും. കേൾക്കുന്നവനോ വായിച്ചുകൊണ്ടിരിക്കുന്നവനോ മനസ്സിലാവില്ല. അപ്പോൾ ടി.വി ചെയ്ത് നിങ്ങൾ രാമായണം അർത്ഥം മനസ്സിലാക്കാതെ വായിക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് നിറയും. അതുപോലെയാണ് നമ്മുടെ കാര്യവും. മനസ്സ് തുറന്ന് വായിക്കാൻ ശ്രമിക്കുക. രാമായണത്തിലെ എല്ലാ വരികളുടെ അർത്ഥവും മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കുക. ദിലീപിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം രാമായണ പാരായണം ചെയ്യുന്നുണ്ട്. ഒരു വരിയിൽ അദ്ദേഹം പാടുന്നുണ്ട്, രാമനോ തോർത്തില്ല ലക്ഷ്മണനോ മുണ്ടില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു വന്നത് രാമൻ അത് ഓർത്തില്ല, ലക്ഷ്മണനോ അത് മിണ്ടിയില്ല എന്നാണ് പറഞ്ഞു വന്നത്. വായിച്ചു വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികൾ മാറിപ്പോയി, അങ്ങനെ അർത്ഥം മാറിയതാണ്. അങ്ങനെ നമ്മുടെ കാര്യവും അങ്ങനെയാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ രാമായണം സ്പീഡിലോ മറ്റ് എളുപ്പ വഴിയിലോ വായിച്ചു പോകാതെ ഇരിക്കുക. രാമായണം അർത്ഥം മനസ്സിലാക്കി വായിക്കുക. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് രത്നാകരനായ കാട്ടാളൻ വാൽമീകിയായത്. ഒരിക്കൽ കാട്ടാളനായ രത്നാകരൻ, അദ്ദേഹത്തിൻ്റെ തൊഴിലെല്ലാവർക്കും അറിയായിരിക്കും. കാട്ടിലൂടെ പോകുന്ന വ്യക്തികളുടെ ആഭരണങ്ങളും ഭക്ഷണവസ്തുക്കളും പൈസകളും എല്ലാം കൊള്ളയടിക്കുന്ന നല്ല സ്വഭാവമായിട്ടുള്ള ഒരു നല്ല തൊഴിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം തൊഴിലായിട്ടുള്ള അദ്ദേഹം കൊള്ളയടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് വന്നപ്പോൾ അങ്ങനെ അദ്ദേഹം കുറേ നേരം കാട്ടിൽ നിന്നു. ആരെയും പക്ഷേ അതുവഴി കണ്ടില്ല. എന്നും സ്ഥിരം ആൾക്കാർ പോകുന്ന ആ വഴിയിലൂടെ അന്ന് മാത്രം ആരെയും അദ്ദേഹത്തിന് കാണാനിടയായില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ സപ്തർഷികൾ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. 1 2 പേരല്ല, 7 പേരുണ്ട്. അപ്പോൾ 7 പേരുടെയും കൈ നിറയെ സ്വർണങ്ങളും പൈസകളും ഭക്ഷണങ്ങളും എല്ലാം കാണുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അങ്ങനെ ഇരിക്കൽ അദ്ദേഹം അവരുടെ സാധനങ്ങൾ കൊള്ളയടിക്കാനായി സപ്തർഷികളുടെ അടുക്കൽ എത്തിയപ്പോൾ സപ്തർഷികൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താൻ ചെയ്യുന്ന പാപം തൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുമെന്ന് രത്നാകരനോട് സപ്തർഷികൾ ചോദിച്ചു. രത്നാകരൻ ഒരു സംശയമില്ലാതെ പറഞ്ഞു, അതിനെന്താ, എൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കും എന്ന് പറഞ്ഞു. താൻ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറം അവർ പോവില്ലെന്നും പറഞ്ഞു. അപ്പോൾ സപ്തർഷികൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ താൻ ചെന്ന് ഭാര്യയോട് ചോദിക്കണം, താൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന പാപം അവർ അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു സപ്തർഷികൾ രത്നാകരനോട്. അങ്ങനെ രത്നാകരൻ വേഗം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പാപം നിങ്ങൾ അനുഭവിക്കുമെന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഭാര്യയുടെ മറുപടി, താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലം താൻ അനുഭവിച്ചിടു തന്നെ. അതായത് താനായിട്ട് നിരന്തരം ചെയ്തൊരു കർമ്മഫലം താൻ തന്നെ അനുഭവിച്ചു
തീരുക. അതിന് ഞങ്ങളെ കിട്ടില്ല, താൻ അനുഭവിക്കുക, അല്ലാതെ ഞങ്ങൾ അനുഭവിക്കത്തില്ലെന്ന് രത്നാകരൻ്റെ ഭാര്യ രത്നാകരനോട് പറഞ്ഞു. അങ്ങനെ വളരെ വിഷമിച്ച് രത്നാകരൻ സപ്തർഷികളെടുത്ത് വന്നു. രത്നാകരൻ വളരെ വിഷമത്തോടെ സപ്തർഷികളോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പാവം ഞാൻ തന്നെ അനുഭവിക്കണം എന്ന് ഭാര്യ രത്നാകരനോട് പറഞ്ഞു എന്ന് സപ്തർഷികളോട് രത്നാകരൻ പറഞ്ഞു. അപ്പോൾ സപ്തർഷികൾ പറഞ്ഞു, നിനക്ക് ഇതിനുള്ള മുക്തി നീ ഇവിടെ ഇരുന്ന് മര 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 എന്ന് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പോയി വരുന്നവരെ നീ ഇവിടെ കണ്ണടച്ചുകൊണ്ട് മര 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 എന്ന് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ കേട്ടതു ആ മരം ഈ മരം, ആ മരം ഈ മരം, ഈ മരം ആ മരം. അന്ന് മലയാളം പോലും ഉണ്ടായിട്ടില്ല ആ കാലത്ത്. അപ്പോൾ കഥയുടെ അടിസ്ഥാനത്തിൽ ആരും രാമായണം വിശകലനം ചെയ്യാതിരിക്കുക. അങ്ങനെ രത്നാകരൻ മര 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സപ്തർഷികൾ അവിടുന്ന് പോയി. അങ്ങനെ സപ്തർഷികൾ 1000 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ആളവിടെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ തിരിച്ചു വന്നു. രത്നാകരൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ വലിയൊരു പുറ്റാണ്. പുറ്റിൻ്റെ അർത്ഥം വാൽമീകമെന്നാണ്. വാൽമീകത്തിനകത്തുനിന്ന് പുറത്തു വന്നയാളാണ് വാൽമീകി എന്ന് പറയുന്നത്. അങ്ങനെയാണ് രത്നാകരന് വാൽമീകി എന്ന് പേര് ലഭിക്കുന്നത്. രത്നാകരൻ രാമായണം രചിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. രത്നാകരൻ രാമായണം രചിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാം. തമസ നദിക്കരയുടെ അദ്ദേഹം ഭരദ്വാജനുമായിട്ട് തമസ നദിക്കരയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാൽമീകിയാൽ രാമായണം രചിക്കപ്പെട്ടത്. കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല, എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി, നമസ്കാരം.